हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്നും 40-ഉം 41-ഉം ശ്ലോകം വായിക്കാം നമുക്ക്. വിക്ഷരോരോഹിതോ മാർഗോ ഹേതുർദാമോദരഃ സഹ മഹീധരോ മഹാഭാഗോ വേഗവാനമിദാശന ഉത്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭപരമേശ്വര കരണം കാരണം കർത്ത വികർത്താ ഗഹനോ ഗുഹ. ഇന്നത്തെ നാമം 371. വേഗവാൻ. വേഗവാൻ ഭഗവാൻ, ധനവാൻ, ബലവാൻ. വേഗവാൻ അതിശയകരമായ വേഗതയുള്ളവൻ എന്നർത്ഥം. വേഗവാൻ സാമാന്യ സ്പീഡ് ഉള്ളവൻ എന്നർത്ഥം. ഭഗവാനെ ഹൃദയം നൊന്ത് പൂർണ്ണ വിശ്വാസത്തോടെ മനഃശുദ്ധിയോടുകൂടി ശ്രദ്ധിക്കണേ ഓരോ ക്വാളിഫിക്കേഷൻസും. ഹൃദയം നൊന്ത് പൂർണ്ണ വിശ്വാസത്തോടെ മനഃശുദ്ധിയോടുകൂടി സ്മരിക്കുന്ന ഭക്തന്മാരുടെ സമീപത്ത് അതിശയകരമായ വേഗത്തിൽ അദ്ദേഹം എത്തും. ഇതൊരു അൺഡിക്ലെയർഡ് ട്രൂത്താണ്. ഒരു സംശയമില്ല. നേരിട്ട് എത്തുക, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഭൂതി അവിടെ എത്തും. വിഭൂതി മീൻസ് അദ്ദേഹത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ അവിടെ എത്തും ഇൻ റെസ്പോൺസ് ടു നമ്മളുടെ പ്രയർ. അത് സംശയമില്ല. ഒരു ഹസ്തദാനം അവിടെ എത്തും. ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് വിൽ റീച്ച് ദ പ്ലേസ് ഓഫ് നീഡ്. ആത്മാർത്ഥമായ പ്രയറാണെന്നുണ്ടെങ്കിൽ, ധാർമ്മികമായ പ്രയറാണെന്നുണ്ടെങ്കിൽ. എനിക്ക് പോകാൻ സിനിമ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര ക്യൂ ആണ്, 2 ടിക്കറ്റ് കിട്ടിയാൽ നന്നായിരുന്നു. അതൊന്നുമല്ല. മനുഷ്യപ്രയത്നം കൊണ്ട് പറ്റാത്ത, നമ്മളാൽ പ്രയത്നിച്ച് പറ്റാത്ത കാര്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി, ഈശ്വരവിശ്വാസത്തോടു കൂടി, ഈശ്വരവിശ്വാസം, ഈശ്വരനിൽ വിശ്വാസം, ആത്മാർത്ഥമായിട്ട് ഒന്ന് ധ്യാനിച്ചാൽ മതി. എവിടെ ആയാലും കൊള്ളാം, എവിടെ ഇരുന്നായാലും ധ്യാനിച്ചോളൂ. എവിടെയാണോ നമുക്ക് ആവശ്യം അവിടെ എത്തും. സാധാരണ എത്തല്ല, അതിവേഗത്തിൽ. വേഗവാൻ. ആത്മാർത്ഥമായ പ്രാർത്ഥനയാണെങ്കിൽ നിഷേധിക്കാൻ ഭഗവാന് പറ്റില്ല, അതിന് വകുപ്പില്ല. He cannot
ever reject a sincere prayer. He cannot. കാര്യമൊക്കെ അങ്ങ് ഒരു മഹാശക്തിവാനാണ്. എല്ലാ മഹാപ്രയോഗങ്ങളും അദ്ദേഹത്തിന് ഉണ്ട്. നമ്മളൊരുപാട് നാമങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, മഹാ എന്ന് വെച്ചിട്ട്. എല്ലാറ്റിലും മഹാനാണ്. മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്വിതി അനിർദ്ദേശവോ പുശ്രീമാനമയാത്മ മഹാധൃ മഹീശ്വാസോ മഹീഭർത്ത. ഇതൊക്കെ പല ഗുണങ്ങളും ഭഗവാന് വളരെ വളരെ അമിതമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ അങ്ങോട്ടൊരു ഭയങ്കര വീക്കാണ്. അത് ഭഗവാന്റെ ഒരു വീക്ക്നെസ്സാണ്. ഭക്തൻ്റെ സങ്കടം കേൾക്കാൻ വയ്യ, ആത്മാർത്ഥമായ സങ്കടം. അവിടെയൊക്കെ ചാടി വീഴും, യാതൊരു അംശമില്ല. ഭക്തവത്സനായതുകൊണ്ടാണ്. ഭക്തപ്രിയോ മാധവ. ഭക്തപ്രിയൻ മാത്രമല്ല, ഭക്തദാസനാണ്. ഭക്തദാസനാണ്, ഭക്തൻ്റെ ദാസനാണ് ഭഗവാൻ. ആകപ്പാടെ വേണ്ട ഒരു കാര്യം മാത്രം ഭഗവാനിലുള്ള വിശ്വാസം വേണം. ഭഗവാനിലുള്ള വിശ്വാസം വേണം. ഈശ്വര വിശ്വാസം പോരാ, ഭഗവാനിൽ വിശ്വാസം വേണം. ഈശ്വര വിശ്വാസം ഉണ്ടായാൽ പോരാ, ഈശ്വരനിൽ വിശ്വാസം വേണം. വിളിച്ചാൽ വരണ്ടിരിക്കില്ല. ഞാനങ്ങനെ ആവശ്യമില്ലാണ്ട് വിളിക്കില്ല. വിളിച്ചൊക്കെ അറിയാൻ വരുന്നത്, പിന്നെ എന്തിനാ ആവശ്യമില്ലാണ്ട് വിളിക്കണം? എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുക, എൻ്റെ പരമാവധി ശ്രമിക്കുക, പറ്റുന്നവരോടൊക്കെ പറയാം. ബിയോണ്ട് ഹ്യൂമൻ റീച്ച്, സൂപ്പർ നാച്ചുറൽ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ കാര്യം നടക്കില്ല എന്നുള്ളൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ എത്തിയോട്ടെ. ധാർമ്മികമായിട്ടുള്ള, ധർമ്മത്തിന് വിരുദ്ധമാവാത്ത നെസസിറ്റീസ് ആൻഡ് നീഡ്സ് ആണെങ്കിൽ, നീഡ്സ്, ഗ്രീഡ് അല്ല കേട്ടോ, നീഡ്. ആവശ്യത്തിന് മാത്രമേ ഭഗവാനെത്തുള്ളൂ. അത്യാവശ്യത്തിന് മാത്രമേ എത്തും. അനാവശ്യത്തിനോ അല്ലെങ്കിൽ അധിക ആവശ്യത്തിനൊന്നും വരില്ല. അതൊക്കെ ഭഗവാൻ അറിയാം. അതൊക്കെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഭഗവാൻ അറിയാം അതൊക്കെയാണ്. മനസ്സിലായില്ലേ? ഒരു കാലതാമസം പോലും വരില്ല എന്നർത്ഥം. വിശ്വാസം, അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ. ഗരുഡവാഹനുമാണ് വായുവാഹനുമാണ് അദ്ദേഹം. 2 കാറുണ്ട്. ഏതാണ് പോണ്ട ദിക്കിലനുസരിച്ച് നോക്കിയിട്ട് അവിടുത്തെ ക്ലൈമറ്റും ടെമ്പറേച്ചറും ഇല്ലെങ്കിൽ അവിടുത്തെ റോഡ് കണ്ടീഷനൊക്കെ നോക്കിയിട്ട് ഏതാ വെച്ചാൽ അങ്ങോട്ട് പോവും. ചിലപ്പോൾ തോന്നും ഗരുഡന് സ്പീഡ് പോരാ, ഇനി അങ്ങോട്ട് കുറച്ചും കൂടി വേഗം എത്തണം എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ വായുവാഹനാവും. ഗജേന്ദ്രമോക്ഷത്തിൽ അങ്ങനെ ഉണ്ടായി. ഗജേന്ദ്രൻ്റെ വിളി കേട്ടപ്പോൾ തോന്നി, ഇത് ഗരുഡൻ്റെ മുകളിൽ പോയി ഞാൻ എത്തും തോന്നില്ല, ടേക്ക് അനദർ 2-3 hours. അത് പോരാ, എനിക്ക് അതിൻ്റെ മുമ്പ് അവിടെ എത്തണം. വേഗം വായുവാഹനായി മാറി. ആ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ട് ഭഗവാനെ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ചോയ്സ് ചെയ്യാം, ചൂസ് ചെയ്യാം അദ്ദേഹത്തിന്. 2 വാഹന കയ്യിലേ, വായുവാഹനും ഉണ്ട്, ഗരുഡവാഹനും ഉണ്ട്. മനസ്സിൻ്റെ വേഗതയേക്കാൾ കൂടുതൽ അതിശയിപ്പിക്കുന്ന വേഗതയാണ് ഭഗവാൻ എന്നാ പറയാം. It travels faster than the mind. മനസ്സിന് പ്രചോദനം നൽകുന്ന ശക്തിക്ക് മനസ്സിനേക്കാൾ വേഗത്തിൽ പോകാൻ പറ്റില്ലേ? The very power of motivation for the mind travels faster than the mind. Naturally, അല്ലേ? വെളിച്ചത്തിൻ്റെ, പ്രകാശത്തിൻ്റെ സ്പീഡ് എത്രയാണെന്ന് പറയാം? സ്പീഡ് ഓഫ് ലൈറ്റ് 2,90,000 കിലോമീറ്റർ പെർ സെക്കൻഡ്. ആലോചിച്ച് നോക്കൂ. 2.96 lakh കിലോമീറ്റേഴ്സ് പെർ അവർ, പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ പ്രകാശത്തിൻ്റെ സ്പീഡ് 2.96, 3 കൂട്ടിക്കോളൂ, 3 ലക്ഷം കിലോമീറ്റർ. ന്യൂട്ടണൊക്കെ അപ്രോക്സിമേറ്റ്ലി 3 പറയാം. പക്ഷേ നമ്മുടെ മഹർഷിമാർ ഇത് കണക്കാക്കിയിട്ട് 2.96 അറൈവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ കണക്ക് നമുക്ക് പിന്നെ പറയാം, വേറൊരു സന്ദർഭം വരുമ്പോൾ അപ്പോൾ പറയാം. അപ്പോൾ നമ്മളുടെ സിദ്ധാന്തപ്രകാരം അപ്രോക്സിമേറ്റ്ലി 3 lakhs ഒന്നുമല്ല, 2.96 lakhs എന്നുള്ള കറക്റ്റ് കണക്കുണ്ട്.
അതിലും വേഗത്തിലാണ് ഗജേന്ദ്രനെ രക്ഷിക്കാൻ എത്തിയത്. അതിലും വേഗത്തിലാണ് പാഞ്ചാലിയെ രക്ഷിക്കാൻ എത്തിയത്. ക്ഷീരടല തിന്നാനും വസ്ത്രാക്ഷേപ സമയത്തും എല്ലാം വേഗത്തിലായിരുന്നു, അതിവേഗത്തിലായിരുന്നു. വേഗവാൻ. ഇതെല്ലാം കാര്യങ്ങൾക്ക് വിളിച്ച വെളിപ്പുറത്ത് ഭഗവാൻ അർജുനന് ആ എവിടെ വെച്ചിട്ടാണോ ഭഗവാനോട് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് മനം നൊന്നിട്ട് പ്രാർത്ഥിച്ചത്, കാർപ്പണ്യ ദോഷോപഹതസ്വഭാവാത് പൃശ്യാമിത്വം ധർമ്മസമ്മൂഢചേത യശ്രേയ നിത്യശ്രിതം ബ്രൂഹി തന്മൈ ശിഷ്യസ്തേഹം ശാതിമാം ത്വം പ്രപന്നം. ആ യുദ്ധകളത്തിൽ നിന്ന് അടുക്കിൽ വെച്ചിട്ട്, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ ബാറ്റിൽ ഫീൽഡ്, ആ കിടക്കണം എന്നെ കൊണ്ട് സാധിക്കില്ല ഭഗവാനെ, ഞാൻ തപ്പുക. വിഷാദയോഗം തീർത്തില്ലേ ഭഗവാൻ ആ നിമിഷം? 700 ശ്ലോകം തികച്ചു വേണ്ടി വന്നില്ല അല്ലേ? ഇതിൽ കുറേയൊക്കെ ധൃതരാഷ്ട്രയുണ്ട്, കുറേയൊക്കെ സഞ്ജയൻ, ഒരെണ്ണം ധൃതരാഷ്ട്രയുണ്ട്, കുറേ സഞ്ജയൻ്റെ ഉണ്ട്, കുറേ അർജുൻ്റെ ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു 10-600 ചില്ലാനം 670 ശ്ലോകം മറ്റേ ഭഗവാന് വേണ്ടി വന്നുള്ളൂ. തീർത്തു കൊടുത്തില്ലേ? എൻറ്റയർ ഒരു പേഴ്സണാലിറ്റി റീകൺസ്ട്രക്ഷൻ ആയില്ലേ? എൻറ്റയർ ഇൻറ്റഗ്രേഷൻ ഓഫ് ഡിസിപ്പേറ്റഡ് പേഴ്സണാലിറ്റി അല്ലേ അർജുനനെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് ഭഗവാൻ? വിഷാദം മാറ്റിയില്ലേ? നമ്മൾ പറയണതല്ല, അർജുനൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വ. എൻ്റെ ഡെലൂഷനൊക്കെ മാറി, എൻ്റെ ഓർമ്മ എനിക്ക് തിരിച്ചു കിട്ടി. എങ്ങനെ എങ്ങനെ? ഞാൻ പോയി പഠിച്ചിട്ടല്ല, എൻ്റെ കഴിവല്ല, ഞാൻ മെഡിറ്റേഷന് വേണ്ടി ഇരുന്നിട്ടല്ല, ഞാൻ നാമം ചൊല്ലിയിട്ടല്ല. ത്വൽ പ്രസാദന്മയ അച്യുത, നിൻ്റെ പ്രസാദം കൊണ്ട് ഭഗവാനെ നീയായിട്ടുള്ള കുറച്ച് നേരം സംഭാഷണം നടത്തി എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഇവരെ ആരും വധിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മനസ്സാകെ തളർന്നു പോണു, എൻ്റെ അമ്പും വില്ലൊക്കെ താഴ്ത്തു പോണു, ഞാൻ വിശർക്കണു, ശരീരമാകെ വേവണു. എന്നാ ഒരു വിഷാദ യോഗത്തിൽപ്പെട്ടിരിക്കുന്ന എന്നെ അതൊക്കെ മാറ്റിയില്ലേ ഭഗവാൻ? നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വ. അതും അങ്ങയുടെ പ്രസാദം തന്നെയല്ലേ അല്ലേ? ഇപ്പം എത്ര 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 കഥകൾ. ഇനി പോട്ടെ, അതൊക്കെ പുരാണ കഥകളെന്ന് പറയാം. വ്യാസൻ പണിയില്ലാണ്ട് താടിക്കാരെ എഴുതി വെച്ചതാണെന്ന് പറയാം. അതൊക്കെ പോട്ടെ, പുരാണ കഥകളാന്ന് വിചാരിച്ചോളൂ. അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഇപ്പം എങ്ങനെയാണ് വിശ്വസിക്കുക? ആ താടിക്കാർക്ക് അവരുടെ പണിയില്ലാണ്ട് വൈകുന്നേരം ചായം കുടിച്ചിരിക്കുമ്പോൾ ഓരോന്ന് എഴുതിയതല്ലേ. അതൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? വേണ്ട, വിശ്വസിക്കേണ്ട. ചരിത്ര കഥകൾ വിശ്വസിക്കില്ലേ? പുരാണം വിട്. എത്ര എണ്ണമുണ്ട് ചരിത്രങ്ങളിൽ എടുത്ത് നോക്കിയാൽ. പൂന്താനത്തിൻ്റെ പ്രാർത്ഥന കേട്ട് മാകാട്ടച്ഛൻ്റെ രൂപെടുത്ത് വന്നില്ലേ? അത് പുരാണമാണോ? ഇല്ലേ? ആ മോതിരം മേടിച്ചിട്ട് മടങ്ങിയില്ലേ? പൂന്താനം കൊടുത്തിട്ടുള്ള ആ മോതിരം മേടിച്ചിട്ട് ഉപയോഗം മടങ്ങിയില്ലേ? എന്നിട്ട് അടയാളം കാണിച്ചു കൊടുത്തിട്ടില്ലേ പിറ്റേ ദിവസം മേശാന്തിക്ക്? അത് ചരിത്രമല്ല, അത് പുരാണമല്ലല്ലോ, അത് വ്യാസന എഴുതിയതൊന്നുമല്ലല്ലോ. 500-600 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ കാര്യങ്ങളല്ലേ, ചരിത്രമല്ലേ അതൊക്കെ? 600 ആയിട്ടില്ല, 300 കൊല്ലത്തെ ആയിട്ടുണ്ടോ? ഭട്ടതിരിപ്പാടിൻ്റെ കാവ്യരചന കഴിഞ്ഞ ഉടനെ രോഗം മാറിയില്ലേ? ഇല്ലേ? വാതരോഗം മാറി കിട്ടിയില്ലേ? ചെമ്പയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടിയില്ലേ? ചെമ്പയൊക്കെ ഇപ്പം എത്ര പുരാണ പുരുഷനാണോ ചെമ്പേ? ചരിത്ര കഥകൾ അരയാമ നേരം കൊണ്ട് പിങ്കളയ്ക്ക് ജ്ഞാനം കിട്ടി. ഖട്വങ്ക രാജാവിന് ഒരു നിമിഷം കൊണ്ട് സ്വർഗപ്രാപ്തി കിട്ടി. അല്ലേ? ഇതൊക്കെ ചരിത്രമാണ്, ഇതൊന്നും പുരാണ കഥയല്ല. ചേലപ്പറമ്പ് കമ്പൂരിക്ക് ഒരു നമസ്കാരം വേണ്ടി വന്നുള്ളൂ, ഒരൊറ്റ നമസ്കാരം വേണ്ടി വന്നുള്ളൂ. തം കാരുണ്യനിധിം പ്രപദ്യ ശരണം തേഷായുഷാ തോഷയാ. ബാക്കിയുള്ള ആയുസ്സുകൊണ്ട് ഞാൻ ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊള്ളാം ഭഗവാനേ എന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥന കാല് പിടിച്ച് പ്രപദ്യ ശരണം തേഷായുഷ തോഷയാ, ഇഷ്ടപാദ നമസ്കാരം.
എല്ലാം സമർപ്പിച്ചിട്ടുള്ള നമസ്കാരമായിരുന്നു അത്. എഴുത്തച്ഛന് അതല്ലേ പറയണത്? എല്ലാം ത്വതർപ്പണമതാക്കിയിട്ടു ഞാനുമിഹ തൃക്കാൽക്കൽ വീണു ഹരിനാരായണായ നമ. എത്ര എത്ര കഥകളുണ്ട് അങ്ങനെ. സത്യാവമതാവി മമ ഭൃത്യാദിവർഗമതു അർത്ഥം കളത്ര സുതമിത്രങ്ങൾ എന്നിവയുമൊക്കെ ത്വതർപ്പണമതാക്കിയിട്ട് എല്ലാവരും ഭഗവാൻ അങ്ങോട്ട് അർപ്പിച്ചിട്ട് ഇനി ഭഗവാൻ നോക്കിക്കോളൂ ഇവരെയൊക്കെയെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുക എല്ലാം ഉണ്ടായത്. സത്യം വദാമി മമ ഭൃത്യാദിവർഗമതു അർത്ഥം കളത്ര സുതമിത്രങ്ങൾ എന്നിവയും ഒക്കെ ത്വതർപ്പണമതാക്കിയിട്ട് ഞാനും ഇഹ തൃക്കാൽക്കൽ വീണു ഹരിനാരായണായ നമ. എൻ്റെ കൂടെ ഞാനും ഇവരെല്ലാം ആട്ടിപ്പായ്ച്ച് തൊളിച്ച് ഈ തൊഴുത്തിൻ്റെ ഉള്ളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ആ തൊഴുത്തിലേക്ക് അങ്ങോട്ട് വീണു. ഭഗവാന്റെ എന്താ പറയുക, പ്രപദ്യ ശരണനായിട്ട് കാൽക്കിലേക്ക് അങ്ങോട്ട് വീണു. അവരെ മാത്രം ആട്ടിപ്പായ്ച്ച് ഞങ്ങളുടെ ഭഗവാന്റെ കാക്കിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഇനി അവരെ കാര്യം എന്താ വെച്ചാൽ നോക്കിക്കോളൂ, ഞാൻ പോവാണേ, ഞാൻ ആ ചളിക്കുണ്ടിലേക്ക് പിന്നെയും പോവാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവല്ലാണ്ടായത്. ഒക്കെ അത് അർപ്പണമതാക്കിയിട്ട് ഞാനും ഇഹ തൃക്കാൽക്കൽ വീണു ഹരിനാരായണായ നമ. അവിടെയാണ് കിടക്കണം. ആ തൃക്കാൽക്കൽ വീഴണം. കരിങ്കല്ല് സ്ലാബിൻ്റെ മുകളിൽ വീണിട്ട് കാര്യമില്ല. റബ്ബർ പന്ത് പോലെ പിന്നെയും പൊന്തും നമ്മൾ. ഒരൊറ്റ നമസ്കാരം വേണ്ടി വന്നുള്ളൂ. ആ നമസ്കാരത്തിൽ എല്ലാം കിട്ടി. ഇന്നും നമ്മളെപ്പോലെയുള്ളവർക്ക് പോലും എത്ര എത്ര അനുഭവങ്ങൾ, നൂറുകണക്കിന് ഗുരുവായൂർ കഥകൾ ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച് ചുറ്റിപ്പറ്റി നിൽക്കുന്നു. ആ ഒരൊറ്റ ക്ഷേത്രത്തിൻ്റെ. മറ്റുള്ള മഹാക്ഷേത്രങ്ങൾ വേറെ എന്തെല്ലാം കഥകൾ. അധികം കാലമൊന്നും ആയിട്ടില്ല, 10, 20, 30 കൊല്ലൊക്കെ മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മഹാ അത്ഭുതമായിട്ട് ആൾക്കാർ ഇന്നും പറഞ്ഞു വരുന്നുണ്ട്. ഇതൊക്കെ പോട്ടെ, നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ മനസ്സ് നൊന്ത് ഭഗവാനെ വിളിച്ചിട്ട്, അങ്ങനെ ഒരു അവസരം വന്നിട്ട് വിളിച്ചിട്ട് അദ്ദേഹം വിളിപ്പുറത്ത് വരാതെ ഇരുന്നിട്ടുള്ള എല്ലാവരും ഉണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഉണ്ടാവില്ല. വിളിക്കണ പോലെ വിളിച്ചാൽ വരണ പോലെ വരും. മനസ്സിലായോ? ഉപനിഷത്തുകൾ പോലും ഇത് അംഗീകരിച്ചിട്ടുള്ള തത്വമാണ്. അനേജത് ഏകം മനസ്സോ ജീവിയോ നൈനത് ഏവ ആപ്തപൂർവമർഷത്. ആത്മാവ് ഇളകാത്തതും മനസ്സിനേക്കാൾ വേഗതയുള്ളതും അതിൻ്റെ മുന്നിൽ പോകുന്നതിനാൽ ഇന്ദ്രിയങ്ങൾക്കൊപ്പം എത്താൻ സാധിക്കാത്തതുമാണെന്ന് പറയാം. അപ്പോൾ വേണമെന്ന് വിചാരിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരും. അത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, എല്ലാ ദിക്കിലും ഭഗവാൻ എവിടെയൊക്കെ ആരൊക്കെ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്, ഏത് നാമത്തിലായാലും കൊള്ളാം. ബി ഇറ്റ് ഇസ്ലാം, ബി ഇറ്റ് ക്രിസ്ത്യൻ, ബി ഇറ്റ് ബുദ്ധിസം, ബി ഇറ്റ് സിഖ്, എനിവെയർ. ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കണത്? ഫോർ എവരി വൺ ദാറ്റ് ആസ്കത്ത് റിസീവത്ത്. ശ്രദ്ധിക്കണം. ഫോർ എവരി വൺ ദാറ്റ് ആസ്കത്ത് റിസീവത്ത് ആൻഡ് ഹീ ദാറ്റ് സീക്കത്ത് ഫൈൻഡത്ത്. പഴയ ഇംഗ്ലീഷാണ്. ആൻഡ് ടു ഹിം ദാറ്റ് നോക്കത്ത് ഇറ്റ് ഷാൽ ബി ഓപ്പൺഡ്. ഇതാണ് ബൈബിളിലെ വാക്യം. എന്താ വ്യത്യാസം? യാതൊരു വ്യത്യാസമില്ല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏത് പേരിട്ടാലും, ക്രിസ്തു എന്ന് വിളിച്ചാലും കൊള്ളാം, മുഹമ്മദ് എന്ന് വിളിച്ചാലും കൊള്ളാം, നബി എന്ന് വിളിച്ചാലും കൊള്ളാം, അള്ള എന്ന് വിളിച്ചാലും, യു കോൾ ബൈ വാട്ട് എവർ നെയിം യു വാണ്ട് മിസ്റ്റർ. ഫോർ എവരി വൺ ദാറ്റ് ആസ്കത്ത് റിസീവത്ത് ആൻഡ് ഹീ ദാറ്റ് സീക്കത്ത് ഫൈൻഡത്ത് ആൻഡ് ടു ഹിം ദാറ്റ് നോക്കത്ത് ഇറ്റ് ഷാൽ ബി ഓപ്പൺഡ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത തത്വം മനസ്സിനേക്കാൾ മുന്നോടിയായിട്ട് ഓടുന്നത് കൊണ്ട് വേഗവാൻ എന്നുള്ള പേര് വന്നു. വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന അർത്ഥം.
ഭഗവാൻ എത്താതിരിക്കില്ല. പുരാണപരമായിട്ടുള്ള കഥകൾ നോക്കിയാലും ശരി, ചരിത്രപ്രധാനമായിട്ടുള്ള കഥകൾ നോക്കിയാലും ശരി, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കണ്ടംപററി കഥകൾ നോക്കിയാലും ശരി, നമ്മളുടെ മതവിശ്വാസങ്ങളും മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളും ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും രണ്ടല്ല, ഒക്കെ ഒന്ന് തന്നെയാണ്. മാർഗം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നതല്ലാണ്ട് അതർവൈസ് എസെൻഷ്യലി ഇറ്റ് ഈസ് ദ സെയിം. നോക്ക് ഇറ്റ് ഷാൽ ബി ഓപ്പൺ എന്നല്ലേ പറയാം. അപ്പോൾ അതാണ് വേഗവാൻ എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം. തൽക്കാലം നമുക്കിപ്പോൾ അവിടെ നിർത്താം. വേഗവാൻ. അമിതാശന. അമിതാശന മീൻസ് അമിതമായി ഭക്ഷിക്കുന്നവൻ അർത്ഥം. ഇവിടെ ഈ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഈ ഇതാണ് നമ്മളുടെ പോയറ്റിക് ലാംഗ്വേജ് ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് ഇൻ ഇറ്റ്സ് പ്രോപ്പർ ഫോം. ഫിഗറേറ്റീവായിട്ട് മനസ്സിലാക്കണം നമ്മൾ എന്താ പറയുക, വാക്യാർത്ഥം എടുത്തിട്ട് കാര്യമില്ല. വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ മുകളിൽ കിടന്ന് കളിക്കരുത്. ലക്ഷ്യാർത്ഥം നമ്മൾ എടുക്കണം. അമിതാശന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക പണി. ഇലയിലാണോ പ്ലേറ്റിലാണോ കഴിക്കുക? സിൽവർ പ്ലേറ്റാണോ അതോ ഗോൾഡൻ പ്ലേറ്റാണോ? അങ്ങോട്ടൊന്നും പോകരുത്. അതൊന്നും അല്ല ഉദ്ദേശം. ഇവിടെ ഭക്ഷിക്കുക എന്ന് വെച്ചെങ്കിൽ കൺസ്യൂം. അല്ലാണ്ട് വായ തുറന്നിട്ട് അങ്ങനെ 2 കൈ 4 കൈ ഇട്ടിട്ട് ഇങ്ങനെ ഊണ് കഴിക്കുക, അതല്ല എൻ്റെ അർത്ഥം. അമിതാശനം. ഒന്നാമത് എല്ലാ ജീവജാലങ്ങളും, ഇനിയിപ്പോൾ തിരിച്ചെന്നെ എടുക്കുകയെന്ന് വിചാരിക്കുക, എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ തന്നെ എന്ന ബോധം വന്നാൽ, അല്ലേ, ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി എന്നുള്ളത് മനസ്സിൽ ഉറപ്പിച്ചാൽ, എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ തന്നെയാണ്. ആരായി എന്താ, പറയനായി എന്താ, പൊലേനായി എന്താ, നായരായി എന്താ, മേനായി എന്താ, നമ്പൂരിയായി എന്താ, ആരായി എന്താ, ക്രിസ്ത്യനായി എന്താ, മുസ്ലിമായി എന്താ, എല്ലാം ഒന്ന് തന്നെയല്ലേ. മുറിച്ച ചോര ബ്ലഡ് ചുവപ്പ് നടന്നു തന്നെയല്ലേ വരിക. ഭഗവാൻ എല്ലാവരിലും ഒന്ന് തന്നെയാണ് എന്ന് ചില വേദാന്തം പറയുന്ന തത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അപ്പം എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ഒന്ന് തന്നെയാണെന്ന് ബോധം വന്നാൽ, എല്ലാവരുടെ ഭക്ഷണവും ഭഗവാൻ തന്നെയല്ലേ സ്വീകരിക്കുന്നത്. അകത്തിരുന്നിട്ട്, ഹൃദയത്തിലിരുന്നിട്ടാണ്, മെയിൻ ഹെഡ് ഓഫീസിലിരുന്നിട്ടാണ്. അപ്പോൾ ഹെഡ് ഓഫീസ് വഴി വേണ്ടേ ഈ ഭക്ഷണമൊക്കെ പോണത്. ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ പോലും, അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ അതിൻ്റെ താത്വികമായിട്ടുള്ള അർത്ഥം അതല്ല. ഓരോ ജീവജാലങ്ങൾ സ്ഥലകാലബോധമില്ലാതെ സാപ്പിടുന്ന ഭക്ഷണം മുഴുവൻ സ്വീകരിച്ച്, അല്ലേ, ഓരോരോ ജീവികൾ ഇൻക്ലൂഡിങ് മെൻ, മോർ സോ മെൻ, സ്ഥലകാലബോധം നോക്കാണ്ട്. മൃഗങ്ങളൊന്നും സ്ഥലകാലബോധം ഇല്ലാണ്ട് ഭക്ഷിക്കില്ല. അവർക്ക് അസുഖമാണെങ്കിൽ അവർ ഒന്നും കഴിക്കില്ല. നായോ പട്ടിയോ പൂച്ച എന്തെന്നെയായാലും ശരി, അവർക്ക് എന്തെങ്കിലും ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിക്കില്ല. നമ്മളങ്ങനെയാണോ? സ്ഥലകാലബോധം തീരെ ഇല്ലാതെ അങ്ങനെ ചാപ്പാട ചെയ്യണം. അതൊക്കെ അത് ഭക്ഷണം മുഴുവൻ കഴിക്കുന്ന നമ്മളെല്ലാവരും അത്തരത്തിൽ കഴിക്കുന്ന ഭക്ഷണം എല്ലാം ഭഗവാൻ സ്വീകരിച്ച് ഉള്ളിലൊരാളിരിക്കണ്ടേ. അതിനെ തരംതിരിച്ച് ശരീരത്തിലെ നിരവധി അവയവങ്ങളിലേക്ക് വേണ്ട വിധത്തിൽ ബൈഫർക്കേറ്റ് ചെയ്ത് എത്തേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സഹായിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന വൈശ്വാനരനാണ്, ജഠരാഗ്നി എന്ന് പറയും. അവരാണ് ഈ കിട്ടുന്ന ഭക്ഷണം മുഴുവൻ റിസീവിങ് പോയിൻ്റ്. നമ്മൾ കുക്ക്ഡ് ഫുഡ് അല്ല, നമ്മുടെ കുക്ക്ഡ് ഫുഡ് പോരാ ശരീരത്തിലേക്ക്, അവിടെ വേറെ കുക്ക് ചെയ്യണം. ജഠരാഗ്നി കുക്ക് ചെയ്യണം. നമ്മുടെ കുക്ക്ഡ് ഫുഡ് ഹാസ് ടു ബി ഫർദർ പ്രോസസ്ഡ്. നമ്മൾ സെമി ഫിനിഷ്ഡ് ഫുഡ്സാണ് കഴിക്കുന്നത്. സെമി ഫിനിഷ്ഡ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. റോ, സെമി ഫിനിഷ്ഡ്. അപ്പോൾ ഫിനിഷ്ഡ് ഫുഡ് കറക്റ്റ് നമ്മളുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് അതിൻ്റെ വൈറ്റാമിനും മിനറൽസും കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ കൂടി, കാൽഷ്യവും പൊട്ടാഷ്യം ഒക്കെ കൂടി, ഫോസ്ഫറസ് അല്ല പൊട്ടാഷ്യം ഒക്കെ കൂടി മാറ്റി ഓരോന്നിനെ വേർതിരിച്ച് അതാത് അവയവങ്ങളിലേക്ക് രക്തധമനിയിലൂടെ എത്തിക്കണമെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുള്ള വേവിച്ച ചോറും വേവിച്ച കൂട്ടാനും വേവിച്ച വെജിറ്റബിൾസും വേവിച്ച ചിക്കനോ മട്ടണോ എന്തൊക്കെ വെച്ചാൽ അതും ഒന്നും കൂടി കുക്ക് ചെയ്യണം. അതാരാ അവിടെ കുക്ക് ചെയ്യാൻ? ഒരു കുക്കുണ്ട് ഉള്ളിൽ. അദ്ദേഹം ഫുൾ സെറ്റപ്പായിട്ടാണ് വന്നിരിക്കണതേ. എൻ്റെ കയ്യിൽ കൊടുത്ത കാര്യം നടക്കില്ല എന്നറിയാം. ഫുൾ സെറ്റപ്പോട് കൂട്ടാണ് വന്നിരിക്കണത്.
ഒരു കുക്കുണ്ട്, ജഠരാഗ്നി. കിട്ടിയതൊക്കെ അങ്ങ് കുക്ക് ചെയ്യും, ജഠരാഗ്നി. പിന്നെയാണ് വൈശ്വാനരൻ എന്ന് പറയുന്നത്. പഞ്ചാഗ്നിയിലെ ഒരു അഗ്നിയാണ് വൈശ്വാനരൻ. ആ വൈശ്വാനരാണ് നമ്മളുടെ ദേഹത്തിൽ ഇരുന്നും കൊണ്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കാലത്ത് 6 മണി മുതൽ രാത്രി 10 മണി 11 മണി വരെ നോൺ സ്റ്റോപ്പ് പ്രോസസ് ഓഫ് ഈറ്റിംഗ്. അങ്ങനെ കഴിക്കന്നെ. ആ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒന്നും റിജക്റ്റ് ചെയ്യാതെ വേണ്ട രീതിയിൽ അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് അതാത് സാധനങ്ങൾ അതാത് ടെമ്പറേച്ചറിൽ വേവിച്ച് ഫർദർ പ്രോസസ്സ് ചെയ്ത് അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് അതിനെ സട്ടിൽ ഫോമിലാക്കി ബ്ലഡിൽ കൂടെ വിട്ട് ആ എനർജി ഹാർട്ടിലേക്ക് പമ്പ് ചെയ്ത് ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക്, ലങ്സിൽ നിന്ന് കിഡ്നിയിലേക്ക്, അങ്ങനെ ഓരോരോ വേറെവർ ഇറ്റ് ഈസ് റിക്വയർഡ്, കയ്യിലേക്കോ കാലിലേക്കോ, ഈവൻ ടു ദ ടിപ്പ് ഓഫ് ദി ടങ് ടിൽ ദ ടിപ്പ് ഓഫ് ദ ടോ, എല്ലാ ദിക്കിലേക്ക് എത്തിക്കണം. ആരെ ചെയ്യണം? നമ്മളെ ചെയ്യണം. നമ്മളെന്താ ചെയ്യണം? എന്താ നമ്മൾ ചെയ്യണം? ഇവിടുന്ന് മേശപ്പുറത്തുനിന്ന് കാലിയാക്കിയിട്ട് വയറ്റിലേക്ക് ആക്കുക, അതല്ലേ നമ്മൾ ചെയ്യുള്ളൂ. ആകെപ്പാടെ ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു ദി അതർ. ശരിക്കും ഫുഡ് പ്രോസസ്സിങ് നടക്കുന്നത് എവിടെയാണ്? ഇതിൻ്റെ ഉള്ളിലാണ്. നമ്മൾ ആഹാരം കഴിക്കണ ലക്ഷ്യം എത്താൻ വേണ്ടിയിട്ട്, ആ ഫുഡ് അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഫൈനൽ പ്രോസസ്സിങ് സ്റ്റേജ് നടക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അത് നടത്തിക്കുന്നത് ആരാ? ജഠരാഗ്നി, വൈശ്വാനരൻ, ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ രൂപം എടുത്തിട്ട് അവിട്ടിരിക്കുന്നത്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്തം പചാമ്യന്നം ചതുർവിധം. 15-ാം അധ്യായം ഭഗവത്ഗീത. അഹം, ഭഗവാൻ പറയണ, അഹം ഞാൻ, അർജുന മീ, വൈശ്വാനരോ ഭൂത്വ, വൈശ്വാനരൻ്റെ പേരിൽ, ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത, ഈ പ്രാണികളുടെ ഈ ജീവികളുടെ ശരീരത്തിനെ ആശ്രയിച്ചിട്ട് ജഠരാഗ്നിയായിട്ടുള്ള ഞാൻ വൈശ്വാനരൻ എന്ന പേരുള്ളവൻ പ്രാണാപാന സമായുക്തൻ. പ്രാണനും അപാനനും, രണ്ട് വായുക്കൾ, അവരെ സമാന നിലയ്ക്ക് ബാലൻസ് ചെയ്ത്, രണ്ടാൾക്കും 2 സ്പീഡാണ്. ആ സ്പീഡൊന്ന് ബാലൻസ് ചെയ്യണം. ഒരാൾക്ക് ഭയങ്കര സ്പീഡാണ്, ഒരാൾക്ക് മെല്ലെ സ്പീഡാണ്. അപ്പോൾ ആ രണ്ടിനൊന്ന് സിങ്ക്രണൈസ് ചെയ്യണം, ഇല്ലേ? ഇപ്പോൾ അമേരിക്കയിൽ നിന്നൊക്കെ ചില സാധനങ്ങൾ കൊണ്ടുവന്നാൽ അവിടുത്തെ കറണ്ട് കത്തിപ്പോവും. അവിടുത്തെ വോൾട്ടേജ് അല്ല ഇവിടുത്തെ വോൾട്ടേജ്. അപ്പോൾ അതിനൊരു എന്താ പറയുക, സ്റ്റെപ്പപ്പോ എന്ത് കുന്നൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് രണ്ടിനൊന്ന് സിങ്ക്രണൈസ് ചെയ്യണം. അപ്പോൾ പ്രാണനും പ്രാണവായുവും വേണം, അപാനവായുവും വേണം. കാരണം ഇത് പുറത്തേക്കും തള്ളണ്ടേ, സ്യൂവേജ് റിജക്ഷൻസ് പുറത്തു പോകണ്ടേ. അകത്ത് മാത്രം കിടന്ന് സർക്കുലേറ്റ് ചെയ്ത് എത്ര കാലം സർക്കുലേറ്റ് ചെയ്യും? ഇതിൻ്റെയൊക്കെ ചണ്ടി പുറത്തു പോകണ്ടേ പല വിധത്തിലായിട്ട്. അപ്പോൾ അതിന് അപാനം വേണം, കീഴ്പോട്ട് തട്ടി നീക്കാൻ, ഇല്ലേ? അപ്പോൾ പ്രാണവായു വേണം, അപാനവായു വേണം, രണ്ടിനെയും ബാലൻസ് ചെയ്ത പ്രാണാപാന സമായുക്ത. ദേ ഹാവ് ടു ബി ബ്ലെൻഡ് ഇൻ എ പ്രോപ്പർ ഫാഷൻ. എന്നിട്ട് എന്താ ചെയ്യാനാ? പചാമ്യന്നം, ഐ ആം കുക്കിംഗ്. പചാമ്യന്നം ചതുർവിധം, 4 തരത്തിലുള്ള, ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, 4 തരത്തിലുള്ള ഭക്ഷണങ്ങൾ. ചതുർവിധം എന്ന് വെച്ചെങ്കിൽ കാളനോല നവീല എലിശ്ശേരിയല്ല. കുടിക്കുന്നത്, നക്കി കഴിക്കുന്നത്, ചവച്ച് കഴിക്കുന്നത്, മിണുങ്ങണത്, 4 തരത്തിലുള്ള, അതാണ് ചതുർവിധമായിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പം ഏത് രീതിയിലുള്ള ഭക്ഷണം ആരെവിടെ വെച്ച് കഴിച്ചാലും അൾട്ടിമേറ്റ്ലി ഇറ്റ് കംസ് ടു മൈ സ്റ്റോർ. അവിടെയാണ് റിസീവിങ് പോയിൻ്റ്. അവിടെ അതിനെയൊക്കെ പ്രോസസ്സ് ചെയ്ത് മാറ്റി വെച്ച് അതാത് സമയത്ത്, കാരണം ഇവൻ ആദ്യം കഴിക്കുന്ന ഭക്ഷണം അവസാനം പ്രോസസ്സ് ചെയ്താൽ മതിയാവേ. രാത്രി കഴിക്കുന്ന ഭക്ഷണമായിരിക്കും ലാസ്റ്റ് കഴിക്കുന്ന ഭക്ഷണമായിരിക്കും അർജൻറ്റായിട്ട് ബ്ലഡിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അതെടുത്ത് ആദ്യം പ്രോസസ്സ് ചെയ്യണം. മറ്റുള്ളതൊക്കെ അവിടെ തൽക്കാലം അവിടെ വയ്ക്കുക, അത് നാളെ എടുക്കാം, കുഴപ്പമില്ല, നാളേക്കായാലും വരുമില്ല, കേടുവരില്ല. ഇതിപ്പോൾ ഇന്ന് എത്തിച്ചില്ലെങ്കിലേ അവൻ്റെ ആ ബ്ലഡ് അങ്ങോട്ട് സർക്കുലേഷൻ അവിടെ നിൽക്കും. സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വരലനങ്ങില്ല, അവന് കമ്പ്യൂട്ടർ അടിക്കാൻ പറ്റില്ല, പിന്നെ അല്ലെങ്കിൽ അവൻ്റെ കണ്ണ് കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള അർജൻസിയൊക്കെ നോക്കിയിട്ട് എവിടേക്കാണോ എപ്പോഴാണോ പോകേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് വൈശ്വാനരൻ അയക്കുന്നു പറയാണ്. അപ്പം ഞാൻ പ്രാണികളുടെ ശരീരത്തിൽ, പ്രാണികൾക്കുള്ള ദേഹത്തിൽ, പ്രാണീനാം ദേഹമാശ്രിത
പ്രാണികൾക്കുള്ള ദേഹത്തിൽ അഗ്നിയായിട്ടിരുന്നു ഞാൻ. ഇതൊരു തർജ്ജമ തമ്പുരാൻ്റെ നോക്കൂ. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത. പ്രാണികൾക്കുള്ള ദേഹത്തിൽ അഗ്നിയായിട്ടിരുന്നു ഞാൻ. പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. പ്രാണാപാന സമന്വിതൻ 4 തരം അന്നം പചിക്കുവൻ. പ്രാണാപാന സമം ആയിട്ട് 4 തരം അന്നം ഞാൻ പചിക്കുന്നു. ഐ ആം കുക്കിംഗ്. അപ്പോൾ പ്രാണികളുടെ ദേഹത്തിൽ ഞാൻ ജഠരാഗ്നിയായിട്ടിരുന്ന് പ്രാണാപാന വായുക്കളെ സമനിലയിൽ നിർത്തി ചതുർവിധമായ ഭക്ഷണം ഞാൻ ഭക്ഷിക്കുന്നു. മീൻസ് ഭഗവാൻ ഭക്ഷിക്കുന്നു മീൻസ് ഭഗവാൻ ഭക്ഷിക്കുന്നു എന്നർത്ഥം. ഇറ്റ് ഗോസ് ത്രൂ ഭഗവാൻ. അതാണ് അമിതാശന എന്ന് പറയുന്നത്. വേറൊരു ഒരു ഇൻഡയറക്റ്റ് മീനിങ് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൽപ്പാവസാന സമയത്ത് സംഹാരരുദ്രനായിട്ട് ജഗത്തിനെ മുഴുവൻ ഭക്ഷിക്കുന്നു ഇല്ലേ? നമ്മൾ ഊണ് കഴിക്കണ പോലുള്ള ഭക്ഷണമല്ലല്ലോ അവിടെ. ഭക്ഷിക്കുന്നു മീൻസ് ഇറ്റ് ഇസ് ലയിക്കുന്നു. ഈ ജഗത്ത് മുഴുവൻ പ്രളയത്തിൽ ലയിക്കുന്നു, സംഹാരരുദ്രനിൽ ലയിക്കുന്നു. കാലോ ജഗത് ഭക്ഷക. കാലൻ ഈസ് എ ഫോം ഓഫ് ദി ലോഡ്. കാലോസ്മി എന്ന് പറയില്ലേ, ഞാൻ കാലമാണ് അർജുന എന്ന് പറയില്ലേ? അങ്ങനെയുള്ള കാലമാണ്. കാലോ ജഗത് ഭക്ഷക. ഈ ജഗത്തിനൊക്കെ ഭക്ഷിക്കുന്നതാരാ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടൈം. ടൈം കൺസ്യൂംസ് എവറിഥിങ്. സമയം എല്ലാറ്റിനെയും ഭക്ഷിക്കുന്നു. ഇന്നുള്ളതല്ല നാളെ, നാളെയുള്ളതല്ല മറ്റന്നാൾ, ഇന്നുള്ളതല്ല ഒരു സെക്കൻഡ് മുമ്പേ ഉള്ളത്, ഇന്നിപ്പോൾ ഉള്ളതല്ല 2 സെക്കൻഡ് കഴിഞ്ഞുണ്ടാവുന്നത്. എല്ലാം ഞാൻ അപ്പാപ്പോ ഇമ്മീഡിയറ്റ് പ്രസൻറ്റ് കഴിഞ്ഞു. അപ്പം അതിനെ കഴിച്ചു ഉള്ളിലിട്ട് പാസ്സാക്കി പോയി, പിന്നെ പുറത്തേക്ക് വരില്ല ഞാൻ. അല്ലേ? എവറി പ്രസൻറ്റ് ഈറ്റ്സ് ദ പാസ്റ്റ്, എവറി ഫ്യൂച്ചർ ഈറ്റ്സ് ദ പ്രസൻറ്റ്. അല്ലേ? അങ്ങനെയല്ലേ പോകണം. അല്ല ലിറ്ററൽ മീനിങ് എടുക്കരുതെന്ന് പറയാം. അപ്പം ജാഗ്രത അവസ്ഥ, വേക്കിംഗ് സ്റ്റേറ്റ്, സ്വപ്നാവസ്ഥയെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പോയട്രി ലാംഗ്വേജിൽ പറഞ്ഞാൽ, പോയട്രിക് ലാംഗ്വേജിൽ പറയാനുള്ള ലൈസൻസ് കാര്യക്കാർക്കുണ്ടായ അത് നമ്മൾ ഇല്ല എന്ന് പറയരുത്. അവർക്ക് ആ ലൈസൻസ് ഉണ്ട്. അവരെന്ത് പറയുമ്പോഴും ശ്ലോകത്തിലേ പറയുള്ളൂ. അത് നമ്മുടെ നന്മയ്ക്ക് തന്നെ, എന്നാലേ നമുക്ക് ഓർമ്മ നിൽക്കുള്ളൂ. പ്രോസിൽ പറഞ്ഞാൽ ഓർമ്മ നിൽക്കില്ല, പോയട്രിയിൽ പറഞ്ഞാൽ ഓർമ്മ നിൽക്കും. അതുകൊണ്ട് അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ പോയട്രിയിലേ പറയുള്ളൂ. അപ്പോൾ അവർ പറയാണ് ജാഗ്രത അവസ്ഥ സ്വപ്നാവസ്ഥയെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? എന്താ അതിൻ്റെ അർത്ഥം? ദ വേക്കിംഗ് സ്റ്റേറ്റ് അബ്സോർബ്സ് ദ ഡ്രീം, ദ വേക്കർ അബ്സോർബ്സ് ദ ഡ്രീമർ. രണ്ട് ഡ്രീമർ എങ്ങനെ പോകണം? പിന്നെ ആ ഡ്രീമർ എവിടെ പോയി? ആ ഡ്രീം എവിടെ പോയി? വേർ ഡിഡ് ഇറ്റ് ഗെറ്റ് അബ്സോർബ്ഡ് ഫ്രം? അത് റിയൽ അല്ല എന്ന് പറയാൻ പറ്റും. ഞാൻ കണ്ടതല്ലേ, കാട്ടുകൂടെ നരിയുടെയും പുലിയുടെയും പിന്നാലെ എൻ്റെ പിന്നാലെ വന്നിട്ട് ഞാൻ ഓടി ഒരു മരത്തിൻ്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടതൊക്കെ ഞാൻ കണ്ടതല്ലേ. ആ സ്വപ്നം എവിടെ പോയി? ആരിലാണ് അത് ലയിച്ചത്? എപ്പോഴാണ് മാറിയത്? ഞാൻ വേക്കറായപ്പോൾ. അപ്പോൾ വേക്കറിലല്ലേ ആ ഡ്രീമർ ഇമ്മർസ് ആയത്. സോ ദെയർ ഫോർ ദ വേക്കർ ഹാസ് ഈറ്റൻ ദ ഡ്രീമർ എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അമിതാശന. എല്ലാം അങ്ങനെയാണെന്ന് പറയണം. എല്ലാം ഇതിങ്ങനെ ഒരു പ്രോസസ് ഓഫ് കൺസംഷനാണ്. അതുകൊണ്ട് അമിതാശന അങ്ങനെയുള്ള അർത്ഥത്തിൽ എടുക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്ത നാമം ഉത്ഭവ, 373. ഉത്ഭവ ജഗത്തിൻ്റെ ഉപദാന കാരണമായവൻ, മെറ്റീരിയൽ കോസ് ആയവൻ, അല്ലെങ്കിൽ സൃഷ്ടിയിൽ പലതായി ഉത്ഭവിക്കുന്നവൻ, പല അവതാരങ്ങൾ കൈക്കൊള്ളുന്നവൻ. അങ്ങനെ പല അർത്ഥത്തിലും ഇത് പറയാം. ഈ പ്രപഞ്ചത്തിൻ്റെ മൂലകാരണം മൂലപ്രകൃതിയല്ലേ? ഈ പ്രകൃതി എന്ന് പറയുന്നത് എന്താ? ഭഗവാന്റെ മായാശക്തിയല്ലേ പ്രകൃതി എന്ന് പറയുന്നത്? നേച്ചർ. ഇറ്റ് ഈസ് ഹിസ് മായാശക്തി. മമ മായ, സ്വമായ, ഭഗവാന്റെ മായ തന്നെയാണത്. ആ മായയിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. ഉത്ഭവൻ ഭഗവാനിൽ നിന്ന് വന്നു തന്നെയല്ലേ? ഭഗവാന്റെ മായയിൽ നിന്ന് വന്നത് ഭഗവാനിൽ നിന്ന് വന്നു തന്നെയല്ലേ? ഭഗവാന്റെ വിഭൂതിയല്ലേ ഇത്? അപ്പോൾ ഉത്ഭവൻ ആരാ? ഭഗവാന്റെ ഉത്ഭവൻ.
പിന്നെ ഈ ജീവാത്മാക്കൾ അവരവരുടെ പ്രാരാബ്ധ കർമ്മങ്ങൾക്കനുസരിച്ച് സഞ്ചിത കർമ്മങ്ങൾ അവസാനിക്കുന്നത് വരെ വീണ്ടും വീണ്ടും വിവിധ എന്താ പറയുക ജന്മങ്ങളായിട്ട് ജനിപ്പിക്കണ്ടേ അവരെയൊക്കെ. പ്രാരാബ്ധ കർമ്മവും സഞ്ചിത കർമ്മവും ആഗമകർമ്മവും ഇത് മൂന്നും കഴിയണമല്ലോ. എല്ലാ കർമ്മ ഫലങ്ങളും കഴിയണ്ടേ. അപ്പോൾ പ്രാരാബ്ധ കർമ്മങ്ങൾ കഴിഞ്ഞ് പിന്നെയും സഞ്ചിത കർമ്മം കഴിയാനുണ്ട്, ആഗമകർമ്മങ്ങൾ കഴിയാനുണ്ട്. അതിനുവേണ്ടി വേറെ 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 ജന്മം എടുക്കണ്ടേ. അത് ഓരോ സമയത്തും അതാത് റെസിഡ്യുവൽ വാസനാസ്, റെസിഡ്യുവൽ കർമ്മഫലാസ് കഴിയാൻ വേണ്ടിയിട്ട് ഉതകുന്ന ശരീരം എടുത്ത് ഒരു ജന്മം എടുക്കണ്ടേ അല്ലേ. അപ്പം അത് വീണ്ടും വീണ്ടും അത് എവിടുന്ന് ഉത്ഭവിക്കണം? ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്. എവിടെയാണ് ലയിക്കുന്നത്? ഭഗവാനിൽ തന്നെയാണ് ലയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്ഭവൻ ആരാ? ഈ ശരീരത്തിൻ്റെ ഈ ജീവൻ്റെ ഉത്ഭവം ആരാ? ഭഗവാൻ തന്നെ. അതുകൊണ്ടാണ് പുനർവസു എന്നുള്ളൊരു നാമത്തിന് മുമ്പ് നമ്മൾ പഠിച്ചത്. പുനർവസു, വീണ്ടും വീണ്ടും ഉത്ഭവിക്കുന്നവൻ. ഓരോ ക്ഷേത്രത്തിലും ഭഗവാൻ ക്ഷേത്രജ്ഞനായി വസിക്കുന്നു. പുനർവസു, ആരും അറിയാതെ ആർക്കും പിടികൊടുക്കാണ്ട് ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, അവിടെ ഉണ്ട് ആള്. അവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഉത്ഭവം. വേറെ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് എത്ര എത്ര അവതാരങ്ങൾ എടുക്കുന്നു ഭഗവാൻ. പ്രധാനപ്പെട്ട അവതാരങ്ങൾ 10 ദശാവതാരം. കുട്ടി അവതാരങ്ങളും വംശാവതാരങ്ങളൊക്കെ എത്രയുണ്ട്? അനവധി അനവധി ഇല്ലേ. സാധാരണഗതിയിൽ ധർമ്മസംരക്ഷണം ഈ പ്രപഞ്ചത്തിൽ ഒരു ഇൻബിൽട്ട് സിസ്റ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രപഞ്ചത്തിൽ അദ്ദേഹത്തിൻ്റെ സെറ്റ് ഓഫ് കോണ്ടക്ട് കോഡ്സ്, എത്തിക്കൽ കോഡ്സ്, സ്റ്റാൻഡേർഡ്സിന് എവിടെയെങ്കിലും ഒരു ഇൻബിൽട്ട് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ, ഇക്വിലിബ്രിയം തെറ്റിപ്പോയാൽ, there is an inbuilt mechanism which brings back this disabled equilibrium into stability. അത് by nature it gets adjusted. പ്രളയം വരും, കാറ്റ് വരും, വെള്ളപ്പൊക്കം വരും, ഡ്രൗട്ട് വരും, കടലാക്രമിക്കും, കോവിഡ് വരും. ഇതൊക്കെ ഇറ്റ്സ് ആൻ ഇൻബിൽറ്റ് സിസ്റ്റം ടു ഡിസ്ട്രോയ് അധർമ്മ. അതാത് സമയത്ത് വന്നുകൊള്ളും. അതിന് ഭഗവാൻ അവതാരം എടുക്കൊന്നും വേണ്ട. അവതാരം എടുക്കുന്നതൊക്കെ റെയറസ്റ്റ് ഓഫ് റെയർ കേസസ്. മനസ്സിലായി? നിർത്തിയില്ലാത്ത ഘട്ടം വന്നാൽ, ഇതിനൊന്നും നിർണ്ണയിക്കാൻ തടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ മാത്രം, റിമോട്ട് കൺട്രോളിൽ പറ്റാത്ത കാര്യത്തിന് മാത്രമേ ഭഗവാൻ ഇറങ്ങി വരുള്ളൂ. അല്ലെങ്കിൽ കുട്ടിദൈവങ്ങളെയൊക്കെ ചിലപ്പോൾ അയക്കും. ഹി മൈറ്റ് സെൻഡ് എന്താ പറയുക, ഒരു വ്യാസൻ, ഹി മൈറ്റ് സെൻഡ് ശങ്കര, ഹൂ നോസ്. ചെറിയ ചെറിയ ആൾക്കാരൊക്കെ അയക്കും. പോരാ, നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഹി വിൽ ഗെറ്റ് ഔട്ട് ഓഫ് ഹിസ് ഓഫീസ്. അങ്ങനെ ഒരു 10 പ്രാവശ്യമാണ് വന്നിരിക്കുന്നത് പുരാണങ്ങൾ. But generally there is an inbuilt system by which the destabilized system gets itself stabilized over a period of time. That is also an avatara. It is also his beginning. It is also commencing from him. It emerges from him. It starts from him. Therefore, Ulbhava. അതൊരു വ്യക്തിയിലായാലും ശരി, ഒരു കുടുംബത്തിലായാലും ശരി, ഒരു സമാജത്തിലായാലും ശരി, രാജ്യത്തായാലും ശരി, ദേശത്തായാലും ശരി, ധർമ്മച്യുതി ഈ പറഞ്ഞ എവിടെ സംഭവിച്ചാലും ഒരു എന്താ പറയുക, ഒരു അന്തർലീനമായ ശക്തി പുറത്തു വന്ന് അതിനെ ചെറുത്ത് നിൽക്കും. യാതൊരു സംശയമില്ല. അനുഭവസ്ഥന്മാരോട് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തിൽ പോലും അങ്ങനെയല്ലേ. എക്സ്റ്റേണൽ ഫോറിൻ മെറ്റീരിയൽസ് വന്നാൽ തന്നെ എന്തെങ്കിലും ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ ആ ബാക്ടീരിയയെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു ഇൻബിൽറ്റ് മെക്കാനിസം നമ്മളുടെ കയ്യിലുണ്ട്. ഇറ്റ് വിൽ റിജക്റ്റ് അൺവാണ്ടഡ് തിങ്സ്, undesired elements, if at all it gets into your system. അതതിൻ്റെ വഴിക്ക് നടന്നോളും. നമ്മളറിയില്ല അതൊന്നും. നമുക്ക് അൺഡിസൈറബിൾ അല്ലാത്ത എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ ഇൻടേക്കായിട്ട് പോകുന്നുണ്ട്. 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ, കണ്ണുകൂടെയും നാക്കുകൂടെയും മൂക്കുകൂടെയും ചെവിക്കൂടെയും ത്വക്കുകൂടെയൊക്കെ, മോസ്റ്റ്ലി ത്രൂ മൗത്ത്. എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ
ഉള്ളിലേക്ക് ബാക്ടീരിയയെ കടത്തി വിടുന്നുണ്ട്, എൻട്രി കൊടുക്കുന്നുണ്ട്, ഗേറ്റ് പാസ് കൊടുക്കുന്നുണ്ട്, എത്ര എണ്ണത്തിന് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്താ മെറ്റീരിയൽ കണ്ടൻറ്റ് നോക്കിയിട്ടുണ്ടോ? ആ പാക്കേജ് ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടോ? ഏയ്, ഒക്കെ എൻ്റർ എൻ്റർ എന്ന് പറഞ്ഞിട്ട് സൈൻ ഇട്ട് കൊടുക്കല്ലേ ചെയ്യണം. അങ്ങനെ ആ എൻ്റർ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ബാഗിൽ അൺഡിസൈറബിൾ ആയിട്ടൊരു സാധനം ഉണ്ട്, ഒരു എക്സ്പ്ലോസീവ് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ദർ ഇസ് എൻ ഇൻബിൽറ്റ് മെക്കാനിസം ഇൻ ദ ബോഡി. അതാരവിടെ കൊണ്ടുവച്ചത് ആ മെക്കാനിസം? ഈ ശരീരം സൃഷ്ടിച്ച ആളഞ്ഞല്ലേ. ആ ഒരു പ്രക്രിയ നമ്മൾ അറിയാതെ തന്നെ ശരീരത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, നമ്മളെ അറിയിക്കൊന്നുമില്ല. ദിസ് ഈസ് ഫോർ ഇൻഫർമേഷൻ, ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു എന്ന് പറഞ്ഞ് നമുക്ക് ലെറ്റർ എഴുതാറൊന്നുമില്ല. ഇന്നെ ഡേഞ്ചർ ഉണ്ടായിരുന്നു, ഐ അവോയ്ഡ് ഓൾ ദാറ്റ്, സോ പ്ലീസ് ടേക്ക് കെയർ ഫോർ ദ സെക്കൻഡ് ടൈം, അങ്ങനെയൊന്നും പറയാറില്ല. വരുമ്പോൾ അപ്പം തടുക്കും വിടും, നിവർത്തിയില്ല. ഇഫ് യുവർ ഇൻടേക്ക് ഈസ് ഫാർ മോർ എനർജറ്റിക് ഓർ ഫാർ ഗ്രേറ്റർ ദാൻ the mechanism that is normally put for a normal people, then you have to consult a വൈദ്യർ. അപ്പോൾ മാത്രമേ വൈദ്യരെ വിളിക്കേണ്ട കാര്യമുള്ളൂ. മെഡിക്കൽ റെഫറൻസ് അപ്പോൾ മാത്രമേ വേണ്ടൂ, എക്സ്റ്റേണൽ എയ്ഡ് അപ്പോൾ മാത്രമേ വേണ്ടൂ. അപ്പോൾ മാത്രമേ നമ്മൾ വൈദ്യരെ അന്വേഷിക്കേണ്ടൂ. ഇതിലെ ഇതാ പനി അങ്ങോട്ട് മാറുന്നില്ല, എന്താണെന്ന് അറിയില്ല, 2 ദിവസം വെച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ചെവിടുവേദന മാറുന്നില്ല, അല്ലെങ്കിൽ വയറുവേദന മാറുന്നില്ല. ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ പോവുക? ഉള്ളിലുള്ള ഒരു പയറ്റിൽ കഴിഞ്ഞതിൻ്റെ ശേഷമേ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകാറുള്ളൂ. അപ്പോൾ ഉള്ളിലുള്ള നമ്മളുടെ ഉള്ളിലുള്ള മൈക്രോബ്സിനെ പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയയെ എന്താ പറയുക, ജയിച്ച് നിൽക്കാനുള്ള ശക്തി ഇല്ല. അപ്പോൾ നമ്മളുടെ ബാക്ടീരിയേക്കാൾ കൂടുതൽ ശക്തി വരുന്ന ബാക്ടീരിയയ്ക്കാണ്. അതുകൊണ്ട് ദ ഫിറ്റസ്റ്റ് ഓഫ് ദി സർവൈവൽ. അവൻ തലയിട്ട് പോക്കണു, അപ്പോൾ പിന്നെ അവനെ കൊല്ലണം. അവനെ കൊല്ലണമെങ്കിൽ നമുക്ക് പറ്റില്ല, നമ്മുടെ സിസ്റ്റത്തിന് പറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ അവതാരങ്ങളുടെയൊക്കെ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ ലോകത്തിൽ സുഖമായിട്ട് അതിൻ്റേതായിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ഒരു വേനൽ ഒരു ദിക്കിൽ അധികം ഉണ്ടെങ്കിൽ ഒരു ദിക്കിൽ മഴ അധികം ഉണ്ടാവും. ഇറ്റ് ഗെറ്റ്സ് ബാലൻസ്ഡ്. വെറുതെ വിചാരിക്കുക ഇല്ലയെന്ന്, ധാരാളം നമ്മളൊക്കെ അനുഭവസ്ഥരാണ് അതിനൊക്കെ. അതുകൊണ്ടാണ് ഉത്ഭവ എന്നുള്ള പേര് വരാൻ കാരണം. ഓക്കെ, അമിതാശന ഉത്ഭവ. ഉത്ഭവ എന്നുള്ളതും കഴിഞ്ഞു. ഇപ്പോൾ 373 കഴിഞ്ഞു. ഇപ്പോൾ ഉത്ഭവോടെ വെച്ച് നിർത്താം നമുക്ക്. അടുത്ത നാമം 42 മിനിറ്റായി. അടുത്ത നാമം നാളെ നമുക്ക് ചിന്തിക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ രക്ഷിക്കണേ.